Calculus of vector valued function. ഈ മൊഡ്യൂളിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് vector valued function of single variable, derivative of vector function and geometrical interpretation, motion along a curve, velocity, speed and acceleration, concept of scalar and vector fields, gradient and its properties, directional derivative, divergence and curl, line integrals of vector field, work as line integral, conservative vector fields, independence of path and potential function. ഇതിനെല്ലാം പ്രൂഫ് ഇല്ലാതെയാണ് നമുക്ക് വേണ്ടത്. ഇത്രയാണ് നിങ്ങൾക്ക് ഈ ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് പഠിക്കാനുള്ളത്. നമ്മുടെ സിലബസിനകത്ത് ഇത്രയും പോർഷൻസ് മാത്രമേ ഉള്ളൂ. അപ്പം പോർഷനിലോട്ട് പോകുന്നു. Calculus of vector valued function. When we consider motion along curved path in 2-dimensional space or 3-dimensional space, its direction, displacement, velocity and acceleration varies continuously every moment. Vectors which are functions of time can be used to describe these physical properties. Also, vector functions can be used to parameterize curves in planes and spaces. Okay. നമ്മൾ വെക്ടേഴ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. വെക്ടേഴ്സ് നമുക്കറിയാം അല്ലേ? വെക്ടർ എഴുതുന്നത് എങ്ങനെയാണ്? ഒരു വെക്ടർ എ എന്ന് പറയുന്ന ഒരു വെക്ടർ ആണെങ്കിൽ അതിൻ്റെ മുകളിലൊരു ആരോ ഇട്ടിട്ടാണ് നമ്മൾ വെക്ടർ എഴുതുന്നത്. അപ്പോൾ ആ വെക്ടേഴ്സിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിനകത്ത് പഠിക്കുന്നത്. അപ്പം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടും വേണ്ടുന്നത് ഈ വെക്ടേഴ്സിനെ നമ്മൾക്ക് റെപ്രസെൻറ്റേഷൻ ചെയ്യുന്നത്, സ്പേസ് കർവ്സിൽ റെപ്രസെൻറ്റേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയണം. നമുക്കറിയാം 2D XYയിൽ മാത്രം വരുന്നുണ്ട്, 3D ഡയമെൻഷൻ XYZ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾക്ക് ഇതിനകത്ത് വേണ്ടുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ലെറ്ററാണ് R. ഓക്കെ, ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ XI പ്ലസ് YJ പ്ലസ് ZK 3 ഡയമെൻഷനിലാകുമ്പോൾ, 2 ഡയമെൻഷനിലാകുമ്പോഴത്തേക്ക് XI പ്ലസ് YJ. ഓക്കെ, ഈ ഐയും ജെയും ഒക്കെ അറിയാമല്ലോ എന്താണെന്ന്. ഒരു വെക്ടറിന്റെ ഡയറക്ഷൻ കാണിക്കുന്നതാണ് IJ അല്ലേ? അത് ഏത് ആക്സിസിൽ വരുന്നു എന്നുള്ളതൊക്കെ കാണിക്കുന്നതാണ് ഐയും ജെയും കെയും ഒക്കെ ആയിട്ട് എടുക്കുന്നത്. ദെൻ parametric representation of space curves. Consider the part of the parabola y is equal to x square, 0 less than or equal to x less than or equal to 4. Parametrically, this curve can be expressed as x is equal to t, y is equal to t square for 0 less than or equal to t less than or equal to 4. അതായത് നമുക്ക് എക്സ് വൈ ഇക്വേഷൻസ് വെച്ചിട്ട് ഒരു പരാബോളയുടെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. y is equal to x square എന്ന്. ഓക്കെ, y is equal to x square എന്ന് അവർ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ പാരാമെട്രിക് ഇക്വേഷൻസ് ആയിട്ട് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നു എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ തന്നിരിക്കുന്ന ഇക്വേഷൻസിനെ എക്സ് വൈ എന്നുള്ള ഇക്വേഷൻസിനെ ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് ടേം ടിയിലോട്ട് കൊടുക്കുന്നു. ഓക്കെ, അന്നേരം എന്തിട്ടു? y is equal to t എന്ന് കിട്ടും, എക്സ് സ്ക്വയർ is equal to t എന്ന് കിട്ടും. അപ്പോൾ ഒരു കോമൺ പാരാമീറ്ററിന്റെ ടേംസിൽ നമുക്ക് ഈ ഇക്വേഷൻസിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അതാണ് ഇവിടെ x is equal to t, y is equal to t സ്ക്വയർ. അതിന്റെ റേഞ്ച് എവിടെ നിന്നിട്ട് എവിടെ വരെ ആയിരിക്കും? ടിയുടെ റേഞ്ച് y, ഇത് എക്സിന്റെ വാല്യൂ അല്ലേ നിൽക്കുന്നത്. എക്സ് 0 ആവുന്ന കേസിൽ ടി എന്തായിരിക്കും? 0 ആയിരിക്കും. എക്സ് 1 ആവുന്ന കേസിൽ ടിയും 1 ആയിരിക്കും. ഓക്കെ, അങ്ങനെ അതിന് ചേഞ്ച് ഒന്നും ഇല്ലാതെ തന്നെ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന ഇക്വേഷൻസിനെ എക്സ് വൈ ഇക്വേഷൻസിനെ ഒരു കോൺസ്റ്റന്റ് പാരാമീറ്റർ ടി എന്ന് പറയുന്ന അല്ലെങ്കിൽ ടൈം വേരിയന്റ് പാരാമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്ത് എഴുതുന്ന ഇക്വേഷൻസാണ് പാരാമെട്രിക് ഇക്വേഷൻസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ലെറ്റ് ആർ ബി ദ പൊസിഷൻ വെക്ടർ ഓഫ് എനി പോയിന്റ് എക്സ് വൈ. ഏതെങ്കിലും ഒരു പോയിന്റ് എക്സ് വൈയിലെ ഒരു വെക്ടർ ആർ ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ, പൊസിഷൻ വെക്ടർ ആർ ഓൺ ദി കർവ്. ദെൻ ആർ ഈസ് ഈക്വൽ ടു XI പ്ലസ് YJ. ഓക്കെ, നമ്മൾ എപ്പോഴും എടുക്കുന്നതാണ് ആർ എന്ന് പറയുന്നത് വെക്ടർ, പൊസിഷൻ വെക്ടർ. ആർ വെക്ടർ ഈസ് ഈക്വൽ ടു XI പ്ലസ് YJ പ്ലസ് ZK. ഓക്കെ, ഇസഡ് ഉണ്ടെങ്കിൽ ZK, ഇസഡ് ഇല്ലെങ്കിൽ Y വരെ. ഓക്കെ, 2 ഡയമെൻഷൻ ആണെങ്കിൽ എക്സും വൈയും അല്ലെങ്കിൽ എക്സ് ഇസഡ് ഏതെങ്കിലും 2 ആക്സിസ് മാത്രം വരിക. 3 ഡയമെൻഷൻ ആണെങ്കിൽ 3 ആക്സിസും വരുന്നുണ്ട്. ഓക്കെ, ആർ എന്ന് പറയുന്ന വെക്ടറിനെ XI പ്ലസ് YJ ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പാരാമെട്രിക് ഇക്വേഷൻസ് നമ്മൾക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാമല്ലോ. ഓക്കെ, എക്സിന് പകരം എന്ത് കിട്ടും? x is equal to t എന്നും y is equal to
ടി സ്ക്വയർ എന്നും വരുന്നു. ഓക്കെ, y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ വിച്ച് ഈസ് ഓൾസോ ഈക്വൽ ടു ടി സ്ക്വയർ എന്ന് കൊടുക്കുവാണെങ്കിലാണ്. ഓക്കെ, ടി സ്ക്വയർ എന്ന് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് റൂട്ട് വരുമല്ലോ, ആ റൂട്ട് മാക്സിമത്തെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ കോൺസ്റ്റന്റ് പാരാമീറ്റർ ടിയെ ടി സ്ക്വയർ എന്ന് കൊടുക്കുന്നു. അങ്ങനെ ആകുമ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു ടി എന്നും കിട്ടും, y ഈസ് ഈക്വൽ ടു ടി സ്ക്വയർ എന്ന് കിട്ടും. അത് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. എക്സ് ഈസ് ഈക്വൽ ടു ടി ആൻഡ് y ഈസ് ഈക്വൽ ടു ടി സ്ക്വയർ ഫോർ 0 ലെസ് ദാൻ t ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. So in general a plane curve can be expressed parametrically as ഒരു പ്ലെയിൻ കർവിനെ ഇൻ ടേംസ് ഓഫ് ടിയിൽ അതിന് വേരിയേഷൻസ് ഉണ്ടാവുന്നുണ്ടായിരിക്കും. ആ ഒരു കർവിനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി, y ഈസ് ഈക്വൽ ടു y ഓഫ് ടി, a ലെസ് ദാൻ ഓർ ഈക്വൽ ടു t ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. 2 പോയിന്റ് എ ബി ഉള്ളിലായിരിക്കും ടിയുടെ വേരിയേഷൻസ് വരുന്നത്. ആ ടിയെ എക്സിന് നമുക്ക് എക്സ് ഓഫ് ടി ഫംഗ്ഷൻ ഓഫ് ടി ആയിട്ടും വൈയെ ഫംഗ്ഷൻ ഓഫ് ടി ആയിട്ടും എഴുതാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അങ്ങനെ മാറ്റാൻ പറ്റുന്നു. ഇതിനെയാണ് നമ്മൾ പാരാമീട്രിക് ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഒരു കോമൺ പാരാമീറ്ററിലോട്ട് നമ്മൾ തന്നിരിക്കുന്ന എക്സിനെയും വൈയിലെയും എല്ലാം കൺവേർട്ട് ചെയ്ത് മാറ്റുന്നു. നിങ്ങളത് ഓർത്തിരിക്കുക. തരുന്ന ക്വസ്റ്റ്യൻ ചിലപ്പം നമ്മൾ പാരാമീട്രിക് ഇക്വേഷൻ എഴുതാൻ വേണ്ടിയായിരിക്കും തരുന്നത്. അപ്പം അതിൻ്റെ ഫോം പാരാമെട്രിക് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർക്കുക, ഒരു പാരാമീറ്ററിലോട്ട് നമ്മൾ മാറ്റുന്നു. ഓക്കെ, ദെൻ in the vector notation r is equal to x of ti plus y of tj. നിങ്ങൾക്ക് മനസ്സിലായല്ലോ, xi plus yj ആയിരുന്നു. ആ എക്സിന് പകരം ടിയുടെ ടേംസിൽ ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ x of ti plus y of tj എന്ന് നമുക്കതിനെ എഴുതാൻ പറ്റുന്നു. ഇൻ 3-dimensional സ്പേസ്, 3-dimensional സ്പേസ് എന്ന് പറയുമ്പം എത്ര ആക്സിസ് കാണും? 3 ആക്സിസ് കാണും. അപ്പം എക്സ് വൈ ഇസഡും കൂടെ വരുന്നുണ്ട്. സെയിം കാര്യങ്ങൾ തന്നെ നമ്മൾ അവിടെ ഒരു ആക്സിസും കൂടെ ആഡ് ഓൺ ആവുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇൻ ദ വെക്ടർ നൊട്ടേഷൻ ആസ് ആർ ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ ഓഫ് ടി ജെ പ്ലസ് ഇസഡ് ഓഫ് ടി കെ ഫോർ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. Curves with a direction along the increasing parameter is called a parametric curve. Okay, the direction of the curve as the parameter t increases is called the orientation of the curve. Example, നമുക്ക് തന്നിരിക്കുന്ന ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് ആ പറഞ്ഞ പാരാമീട്രിക് ഇക്വേഷൻ ആയിട്ടും ഒക്കെ എങ്ങനെ ചെയ്യാം എന്നാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. ഫൈൻഡ് ദ വെക്റ്റർ ഇക്വേഷൻ. വെക്റ്റർ ഇക്വേഷൻ എന്താണ്? r ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ ഓഫ് ടി ജെ പ്ലസ് ഇസഡ് ഓഫ് ടി കെ. ഓക്കെ, അങ്ങനെ എഴുതുക. ഓഫ് ദ സർക്കുലർ ഹെലിക്സ് ഹൂസ് പാരാമെട്രിക് ഇക്വേഷൻ ഈസ് എക്സ് ഈസ് ഈക്വൽ ടു എ കോസ് ടി, വൈ ഈസ് ഈക്വൽ ടു എ സൈൻ ടി, ഇസഡ് ഈസ് ഈക്വൽ ടു സി ടി. പാരാമെട്രിക് ഇക്വേഷൻസ് ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, അതിനെ നമ്മൾ എങ്ങോട്ട് മാറ്റണം? വെക്റ്റർ ഇക്വേഷനിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പം വെക്റ്റർ ഇക്വേഷൻ ഓഫ് എ സ്പേസ് കർവ് എന്താണെന്ന് നമുക്കറിയാം. ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ ഓഫ് ടി ജെ പ്ലസ് ഇസഡ് ഓഫ് ടി കെ, വേർ xt, yt, zt are real functions of real variable t. Here x of t is equal to a cos t, y of t is equal to a sin t, z of t is equal to ct. അത് അവർ തന്നിരിക്കുന്നതാണ്. ഓക്കെ, അതിനെ നമ്മൾ ഇക്വേഷൻ ഫോമിൽ അല്ലെങ്കിൽ ടിയുടെ വേരിയബിൾ ഫോമിലോട്ട് മാറ്റുന്നതാണ് എക്സ് ഓഫ് ടി, വൈ ഓഫ് ടി, ഇസഡ് ഓഫ് ടി ആയിട്ട് എഴുതിയിരിക്കുന്നത്. ആൻഡ് സോ ദ വെക്റ്റർ ഇക്വേഷൻ ഓഫ് ദി കർവ് ഈസ്, വെക്റ്റർ ഇക്വേഷൻ എന്താണ്? എക്സ് ഓഫ് ടി ആയി. അപ്പൊ എക്സ് ഓഫ് ടി ഇതാണല്ലേ, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. എ കോസ് ടി ഐ പ്ലസ് എ സൈൻ ടി ജെ പ്ലസ് കെ സി ടി. ഓക്കെ, വെയർ ടി ഈസ് എ റിയൽ വേരിയബിൾ. ഓക്കെ, ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു ഐ എ കോസ് ടി പ്ലസ് ജെ എ സൈൻ ടി പ്ലസ് കെ സി ടി എന്ന് കിട്ടുന്നു. ഇതാണ് നമ്മളുടെ വെക്റ്റർ ഇക്വേഷൻ. ഇത് എഴുതാനായിരുന്നല്ലോ അവർ പറഞ്ഞിരിക്കുന്നത്, ഫൈൻഡ് ദ വെക്റ്റർ ഇക്വേഷൻ. അപ്പം നമുക്ക് പാരാമെട്രിക് ഇക്വേഷൻ തന്നിട്ടുണ്ട്, അതിൽ നിന്ന് നമ്മൾ എന്ത് എഴുതി? വെക്റ്റർ ഇക്വേഷൻ എഴുതി. Then next example, express the curve of intersection of the surfaces y is equal to x square and z is equal to x cube in the parametric form and vector form. നമുക്ക് തന്നിരിക്കുന്ന ഈ സർഫസസിനെ എന്തായിട്ട് മാറ്റണം? പാരാമെട്രിക് ഇക്വേഷൻ ഫോമിലും വെക്റ്റർ ഫോമിലും കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ടു റെപ്രസെന്റ് എ കർവ് വിച്ച് ഇസ് ദ ഇന്റർസെക്ഷൻ ഓഫ് ടു സർഫസസ് വി ടേക്ക് വൺ വേരിയബിൾ ആസ് എ പാരാമീറ്റർ. ഓക്കെ, അതായത് നമുക്കിപ്പോൾ തന്നിരിക്കുന്നത് എന്താണ്? y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നും z ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് എന്നാ. എക്സിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ടോ? തന്നിട്ടില്ല. പക്ഷേ ആ എക്സ് ഈ വൈയും ഇസഡിലും നമുക്ക് തന്നിട്ടുണ്ട്.
ഉണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു കോമൺ പാരാമീറ്ററിലോട്ട് എക്സിനെയും വൈയെയും ഇസഡെയും നമ്മൾ ഇക്വേറ്റ് ചെയ്ത് മാറ്റുകയാണ്. ഓക്കെ, ആ ഒരു കോമൺ പാരാമീറ്റർ എടുക്കാൻ വേണ്ടി ഞാനിവിടെ എക്സ് ഈസ് ഈക്വൽ ടു ടി എന്ന് കൊടുത്തു. ഓക്കെ, എക്സ് ഈസ് ഈക്വൽ ടു ടി എന്ന് കൊടുത്തു. എക്സ് ഈസ് ഈക്വൽ ടു ടി എന്ന് കൊടുക്കുവാണെങ്കിൽ വൈ എന്താവും? വൈ ഈസ് ഈക്വൽ ടു ടി സ്ക്വയർ ആവും. ആവത്തില്ലേ? എക്സ് സ്ക്വയർ അല്ലേ? വൈ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ അല്ലേ? എക്സ് ടി ആണെങ്കിൽ വൈ എന്താവും? ടി സ്ക്വയർ ആവും. ഇസഡ് എന്താവും? ടി ക്യൂബ് ആവും. നമ്മളപ്പോൾ ഒരു കോമൺ പാരാമീറ്ററിന്റെ ടേംസിലോട്ട് എക്സ്, വൈ ആൻഡ് ഇസഡ് ആയിട്ട് മാറ്റിയല്ലോ. ഓക്കെ, അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. നോക്കൂ, ആൻഡ് എക്സ്പ്രസ് ദ റിമൈനിങ് വേരിയബിൾസ് ഇൻ ടേംസ് ഓഫ് ദി പാരാമീറ്റർ. We chose x is equal to t as a parameter. Then the parametric equation of the curve of intersection of the two surfaces is x is equal to t, y is equal to t square, z is equal to t cube. നമുക്ക് ഇവിടെ കിട്ടിയല്ലോ അതന്നെ. Where t is a parameter. The vector equation of the above space curve can be expressed as, നമുക്കറിയാം വെക്ടർ ഇക്വേഷൻ എന്താണ്? x of ti പ്ലസ് y of tj പ്ലസ് z of tk. ആ വാല്യൂസ് എന്തൊക്കെയാണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വെക്റ്റർ ഫോമും കൂടെ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പം നേരത്തെ നമ്മൾ ചെയ്തത് തൊട്ട് മുമ്പത്തെ എക്സാമ്പിളിനകത്ത് നമുക്ക് പാരാമെട്രിക് ഇക്വേഷൻ തന്നിരുന്നു. അതിൽ നിന്ന് നമ്മൾ വെക്റ്റർ ഇക്വേഷൻ എഴുതി. ഓക്കെ, ഇവിടെ എന്താ ചെയ്തത്? നമുക്ക് പാരാമെട്രിക് ഇക്വേഷൻ അല്ലെങ്കിൽ കർവ്സ് ഓഫ് ഇന്റർസെക്ഷൻ തന്നിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ പാരാമെട്രിക് ഇക്വേഷൻ എഴുതി. അവിടെ നിന്ന് നമ്മൾ എന്തിലോട്ട് പോയി? വെക്ടർ ഇക്വേഷനിലോട്ട് പോയി. ഓക്കെ, ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ, ഫൈൻഡ് ദ കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് എ കർവ് ഹൂസ് വെക്ടർ ഇക്വേഷൻ ഈസ് r of t is equal to 2ti plus 2 by 1 plus t square j. r of t തന്നിട്ടുണ്ട്, ഐയും ജെയും മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഏതൊക്കെ കമ്പോണൻസ് ആയിരിക്കും? എക്സ് ഓഫ് ടിയും വൈ ഓഫ് ടിയും അല്ലേ? അപ്പോൾ അത് നമുക്ക് എഴുതാൻ പറ്റും. ദ ഗിവൺ വെക്ടർ ഇക്വേഷൻ ഓഫ് ദി കർവ് ഈസ് ദ ഗിവൺ ആൻഡ് ഇറ്റ്സ് പാരാമെട്രിക് ഇക്വേഷൻ എന്തായിരിക്കും? ഇതല്ലേ എക്സ്, ഇത് വൈ ആയിരിക്കും ആണല്ലോ. ഐയുടെ കോഎഫിഷ്യന്റ് ആയിട്ട് വരുന്നതല്ല എക്സ് ആയിരിക്കും, ജെയുടെ കോഎഫിഷ്യന്റ് ആയിട്ട് വന്നിരിക്കുന്നത് വൈ ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 2t ആൻഡ് വൈ ഓഫ് ടി ഈസ് ഈക്വൽ ടു 2 by 1 plus t square. Now we eliminate t between x and y and we get the Cartesian equation. Cartesian equationsനകത്ത് എന്തൊക്കെയേ വരുള്ളൂ? എക്സ്, വൈ, ഇസഡ് ടേംസ് മാത്രമേ കാണുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു കാർട്ടീഷ്യൻ ഇക്വേഷനിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്നും ടിയെ എലിമിനേറ്റ് ചെയ്യുന്നു. ഓക്കെ, ടി ഈക്വൽ ടു എന്ന് രണ്ട് സൈഡിലും ആക്കുന്നു. ഓക്കെ, ഇവിടെ നിന്ന് ടി എങ്ങനെ ആക്കാം? എക്സ് ഈസ് ഈക്വൽ ടു 2t എന്ന എക്സ് ഈസ് ഈക്വൽ ടു 2t ഇംപ്ലൈസ് ടി ഈസ് ഈക്വൽ ടു എക്സ് ബൈ 2. കിട്ടിയല്ലോ. നമ്മൾ നേരത്തെ അങ്ങനെയല്ലേ ചെയ്തത്? തന്നിരിക്കുന്ന വേരിയബിൾ എന്താണോ അത് ഈക്വൽ ടു ടി എന്ന് മാറ്റി എഴുതി, അല്ലെങ്കിൽ ഒരു കോമൺ പാരാമീറ്റർ ഈക്വൽ ടു എന്ന് ആക്കി അതിനെ നമ്മൾ തിരിച്ചു കൊണ്ടുവരിക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് y of t is equal to 2 by 1 plus t square. അപ്പം y is equal to 2 by 1 plus t square. ഓക്കെ, ടിക്ക് പകരം എന്ത് കൊടുക്കാം? എക്സ് ബൈ 2 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇതെന്താവും? y is equal to 2 by 1 plus x square by 2 which is equal to 2 by x by 2 the whole square. 2 by 4 plus x square into 4. That means 8 by 4 plus x square. y is equal to 8 by 4 plus x square. അപ്പോൾ എക്സും വൈയും കൂടെ ചേർന്ന് ആ പാരാമീട്രിക് വാല്യൂ ടിയെ നമ്മൾ എലിമിനേറ്റ് ചെയ്തിട്ട് എക്സും വൈയും ചേർന്നുകൊണ്ടുള്ള ഒരു ഇക്വേഷനിലോട്ട് മാറ്റി. ഇതാണ് നമ്മുടെ കാർട്ടീഷ്യൻ ഇക്വേഷൻ. ഓക്കെ, ഈ കാർട്ടീഷ്യൻ ഇക്വേഷനെ നമ്മൾ പാരാമെട്രിക് ഇക്വേഷൻ ആക്കാൻ എന്ത് വേണം? എക്സിനെ ഒരു സൈഡിലോട്ടും വൈയെ മറ്റൊരു സൈഡിലോട്ടും മാറ്റുക, വിച്ച് ഈസ് ഈക്വൽ ടു പാരാമെട്രിക് വാല്യൂ ടി ആയിട്ട് അങ്ങ് കൊടുക്കുന്നു. അപ്പം നമുക്ക് പാരാമെട്രിക് ഇക്വേഷൻസ് കിട്ടും. ഓക്കെ, ആ പാരാമെട്രിക് ഇക്വേഷൻസിൽ നിന്ന് നമുക്ക് എന്തെഴുതാൻ പറ്റും? വെക്ടർ ഇക്വേഷൻസും എഴുതാൻ പറ്റും. അപ്പം നമുക്കിവിടെ വെക്ടർ ഇക്വേഷൻ തന്നിട്ടുണ്ട്, അതിൽ നിന്ന് നമ്മൾ എന്തെഴുതുക? കാർട്ടീഷ്യൻ ഇക്വേഷൻ എഴുതി. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം ചെയ്ത എല്ലാ പ്രോബ്ലംസും ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത്. ആർ ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 3 dimensional സ്പേസിലോട്ട് പറയുന്നതേ ഉള്ളൂ. ഞാൻ ജനറലൈസ് ചെയ്തിട്ട് 2 dimensional സ്പേസിൽ പറഞ്ഞപ്പം ഇസഡിന്റെ വാല്യൂസും അതൊക്കെ എങ്ങനെയാണെന്നും പറഞ്ഞിരുന്നു. ഓക്കെ, അത് തന്നെയുള്ളൂ. ആർ ഓഫ് ടി ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ ഓഫ് ടി ജെ പ്ലസ് ഇസഡ് ഓഫ് ടി
k, a less than or equal to t less than or equal to b is called a vector valued function of a real variable. നമ്മളിപ്പം ചെയ്ത പ്രോബ്ലംസ് എല്ലാം ഇത് വെച്ചിട്ടായിരുന്നു. Then a vector valued function in two-dimensional space defined for a less than or equal to t less than or equal to b can be expressed as r is equal to x of ti plus y of tj. Two-dimensional അല്ലേ? Two-dimensional space ആണ്. അപ്പോൾ ഐയും ജെയും അല്ലെങ്കിൽ ഐയും ഇസഡ് രണ്ട് ഇതേ വരെയുള്ളൂ. ജനറലൈസ് ചെയ്ത് നമ്മൾ ഐയും ജെയും ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ. Then in three-dimensional space it is expressed as r is equal to x of ti plus y of tj plus z of t k a less than or equal to t less than or equal to b, where x of t, y of t and z of t are real functions of a real variable t. These functions are also called the components of the vector valued function r of t. ഏതിനെയൊക്കെ? x of t, y of t and z of t. അതിനെ നമ്മൾ എന്തും കൂടെ പറയും? components of the vector valued function r of t. r of t യുടെ components ആയിട്ടും പറയും അല്ലേ? x of t I plus y of t j plus z of t k എന്ന് പറയുന്നു. അപ്പോൾ r of t യുടെ components ഏതൊക്കെയാണ്? x of t, y of t and z of t. Then ഇനി നമ്മൾ രണ്ട് ഇക്വേഷൻസും കൂടെ നമ്മൾ നോക്കാൻ പോവാണ്. Let r0 be the position vector of a point p, then the equation of a line passing through the point p and parallel to the vector v. v എന്താണ്? വെലോസിറ്റി. വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? dr by dt. തന്നിരിക്കുന്ന വെക്ടറിന്റെ ഡിഫറൻഷിയേഷൻ ചെയ്യുക. ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു t ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? velocity v കിട്ടും. is given by r is equal to r0 plus t into v, velocity vector v, where t is a real number. t എന്ന് പറയുന്ന ഒരു റിയൽ നമ്പർ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ നോട്ട് ചെയ്തോളുക. the equation of a line passing through the point p and parallel to the vector v is given by r is equal to r0 plus t v, where t is a real number. നമ്മൾ അതിന്റെ പ്രോബ്ലംസ് അല്ലെങ്കിൽ എക്സാംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. If r0 and r1 are position vectors of two points p and q. നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞത് ഒരു പോയിന്റിലെയാണ് അല്ലേ? ലൈൻ പാസിംഗ് ത്രൂ എ പോയിന്റ് p എന്നേ പറഞ്ഞുള്ളൂ. ഇവിടെ എന്താ പറയുന്നത്? two position vectors of p and q ആണ്. ഏതൊക്കെ? r0യും r1ഉം. Then the vector equation of the line through p and q is r equal to r0 plus t into r1 minus r0. ഓക്കെ. അപ്പോൾ ഇത് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്താലോ? r0 plus t r1 minus t r0 എന്ന് കിട്ടും അല്ലേ? t r0. ഇവിടെ ഇന്നും r0 കോമൺ അല്ലേ? 1 minus t r0 plus t r1. ഓക്കെ. അതാണ് ഈ വന്നിരിക്കുന്നത്. വേർ t is a real parameter. ഈ രണ്ട് ഇക്വേഷൻസ് നിങ്ങൾ ഓർത്തിരുന്നോളൂ. ഓക്കെ. r is equal to r0 plus t r1 minus r0, where r1 and r0 are position vectors of two points p and q ആണ്. ഓക്കെ. രണ്ടും ഓർത്തിരുന്നോളൂ. ഈ ഇക്വേഷനും ഓർക്കുക. ഓക്കെ. എക്സാമ്പിൾ, find the domain of r of t. അതായത് അതിന്റെ റേഞ്ച് നമ്മൾക്ക് കണ്ടുപിടിക്കണം. ഈക്വൽ ടു √5t plus 1t square. ഇങ്ങനെ തരുന്ന എന്താണ്? കോർഡിനേറ്റ്സ് ആണ് അല്ലെ? r of t യുടെ കോർഡിനേറ്റ്സ് ആയിട്ടാണ് തന്നേക്കുന്നത്. ഇതെന്തായിരിക്കും? x y. ഓക്കെ. കോർഡിനേറ്റ് പെയർ xy ആയിട്ടാണ് തന്നിരിക്കുന്നത്. t0 is equal to 1 and r of t0 കണ്ടുപിടിക്കണം. r of t0 നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ. ഗിവൺ rt is equal to നമുക്ക് തന്നിട്ടുണ്ട് √5t plus 1t square. at t is 0 equal to 1 ആണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? r of t കണ്ടുപിടിക്കണം. r of t എങ്ങനെ കണ്ടുപിടിക്കും? ഈ ടിയുടെ വാല്യൂ 1 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ കറസ്പോണ്ടിങ് എക്സും വൈ വാല്യൂയും കിട്ടും. അപ്പോൾ എന്ത് കിട്ടും? എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു √5t plus 1 ആണ്. y of t is equal to t square ആണ്. at t0 equal to 1 ആണെങ്കിൽ x of t എന്ത് കിട്ടും?
എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 5 + 1 6 കിട്ടും അല്ലേ, √6 കിട്ടും. ദെൻ വൈ ഓഫ് ടി എന്ന് പറയുന്നത് 1 തന്നെ കിട്ടും. അപ്പം നമുക്ക് കിട്ടുന്ന പോയിന്റ് ആർ ഓഫ് ടി 0 അല്ലെങ്കിൽ ആർ ഓഫ് 1 എന്ന് പറയുന്നത് √6 1 ആയിട്ട് കിട്ടുന്നത്. കോർഡിനേറ്റ്സ് 6 √6 1. ഓക്കെ, ദെൻ നമുക്ക് അതിന്റെ റേഞ്ച് കണ്ടുപിടിക്കണം. റേഞ്ച് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു √5t + 1 ഈസ് ഡിഫൈൻഡ് ഫോർ ഓൾ ടി സാറ്റിസ്ഫൈങ് എഫ് 5t + 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പം നമുക്ക് എന്തിൻ്റെയാണോ ഡൊമൈൻ കണ്ടുപിടിക്കേണ്ടത്, അപ്പം ആ ഒരു ഫംഗ്ഷനകത്ത് എക്സിനും വൈയുടെയും എല്ലാം ഏത് കേസാണെങ്കിലും അതിന്റെ ഇക്വേഷൻ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണോ നമ്മൾ ചെക്ക് ചെയ്യും. ഓക്കെ, അങ്ങനെ ഒരു ഇക്വേഷൻ കൊണ്ടുവന്നിട്ട് അവിടെ നിന്നുള്ള വാല്യൂ ആ ഫംഗ്ഷൻ ഈക്വൽ ടു എന്നാക്കുമ്പോൾ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നാക്കുമ്പോൾ നമുക്ക് എന്താണോ ഇവിടെ കിട്ടുന്നത് അതായിരിക്കും നമ്മളുടെ റേഞ്ചിന്റെ ഒരു പോർഷൻ. ഓക്കെ, ദെൻ ഇതെന്താവും 5t + 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാണ് നമ്മൾ കൊടുക്കുന്നത്. അത് ഏതാണെങ്കിലും എന്തായാലും നമ്മൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാണ് വരുന്നത്. റൂട്ട് ഉണ്ടായിരുന്നു, ആ റൂട്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയതുകൊണ്ട് 0 പോകുമ്പോൾ റൂട്ട് അങ്ങ് പോകും. ദെൻ 5t + 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ 5t ഈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -1 എന്ന് വരും. t ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -1/5 എന്ന് കിട്ടും. ഓക്കെ, -1/5 ആണ് ഇവിടെ വരുന്നതെങ്കിൽ ഇത് 0 ആയി പോത്തില്ലേ? അതുകൊണ്ട് നമുക്ക് ഈ റേഞ്ച് എന്ന് പറയുന്നത് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -1/5 എന്ന് കിട്ടി. സോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇവിടെ വന്നതും കൊണ്ട് ഉണ്ടോ -1/5. Then next is y of t is equal to t² is defined for all t belongs to R. Hence the domain of R of t is the intersection of -1/5 infinity and -infinity to infinity. t² is greater than or equal to 0 എന്നാണ് വരുന്നത്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കത് -infinity to infinity എന്നുള്ള റേഞ്ചിലായിരിക്കും അത് കിട്ടുക. ഓക്കെ, സോ therefore the domain ranges from -1/5 to infinity ആണ്. ഓക്കെ, ലിമിറ്റ്, കണ്ടിന്യൂറ്റി ആൻഡ് ഡെറിവേറ്റീവ്. ഈ ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റി ആൻഡ് ഡെറിവേറ്റീവ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് വരാവുന്നതിനകത്ത്. കാരണം നിങ്ങൾ ഇനിയും പഠിക്കുന്നതിനകത്തും ഈ ലിമിറ്റ്, കണ്ടിന്യൂറ്റി, ഡെറിവേറ്റീവ്സ് ഒക്കെ ആവശ്യമായിട്ട് വരും. ഓക്കെ, ദെൻ ലെറ്റ് ആർ ഓഫ് ടി ബി എ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഇൻ ദ നെയ്ബർഹുഡ് ഓഫ് എ പോയിന്റ് ടി ഈസ് ഈക്വൽ ടു എ എക്സെപ്റ്റ് പോസിബിളി at t equal to a vector L is said to be the limit of the vector valued function r of t as t approaches a if limit t tends to a modulus of r of t minus L equal to 0. L എന്ന് പറയുന്ന ഒരു വെക്ടർ ആയിട്ട് നമ്മൾ തന്നിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിലാണ് ലിമിറ്റ് t tends to a modulus of r of t minus L equal to 0 എന്ന് കിട്ടുന്നത്. Where modulus of r of t minus L is the modulus of the vector r of t minus L, and in this case we denote limit t tends to a r of t is equal to L. നിങ്ങൾക്ക് ഈ ഒരു ഫോർമുല പഠിക്കേണ്ടതാണ്, പക്ഷെ ഇതിനകത്ത് നിന്ന് പഠിക്കേണ്ട. നമ്മൾ ഇനിയും പഠിക്കാൻ പോകുന്ന ലിമിറ്റ് t tends to a r of t equal to എന്നുള്ള ഇക്വേഷൻ നമ്മൾ പഠിക്കും. അത് മാത്രം നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. Then if r of t is equal to x of t I plus y of t j equal to x of t y of t എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എഴുതുന്നത്. ദെൻ ലിമിറ്റ് ആർ ഓഫ് ടി, ആർ ഓഫ് ടിയുടെ ലിമിറ്റ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഈ ആ ലിമിറ്റിനെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ നമ്മൾ നേരത്തെ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തുള്ള പ്രോസസ്സൊക്കെ ചെയ്യുമല്ലോ മാത്സിനകത്ത്. അങ്ങനെ ചെയ്യുന്നതിനകത്ത് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണോ അതേപോലെ തന്നെ ഇതിനകത്ത് കൊടുക്കാം. ലിമിറ്റ് ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു I into limit x of t plus j into limit y of t. ഒരു z കോർഡിനേറ്റ്സും കൂടെ ഉണ്ടെങ്കിൽ പ്ലസ് k into limit z of k into limit z of t എന്ന് നമ്മൾ എഴുതും. ഓക്കെ, ഇവിടെ ലിമിറ്റ് r of t is equal to I into limit x of t plus j into limit y of t. നമുക്ക് അതിനെ അങ്ങനെ എഴുതാൻ പറ്റും. ഈ കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ, then provided the limits of the function x of t, y of t exist. Conversely, if limit of r of t exists, then limit of x of t and limit of y of t
എക്സിസ്റ്റ്. അപ്പം നമ്മളിവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ആർ ഓഫ് ടിക്ക് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എക്സ് ഓഫ് ടിക്കും വൈ ഓഫ് ടിക്കും ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്തിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. അപ്പം നമുക്ക് എഴുതാൻ പറ്റും ആർ ഓഫ് ടി ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ ഓഫ് ടി ജെ എന്നാണെങ്കിൽ ലിമിറ്റ് ഓഫ് ആർ ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് ഐ ഇൻറ്റു ലിമിറ്റ് ഓഫ് എക്സ് ഓഫ് ടി പ്ലസ് ജെ ഇൻറ്റു ലിമിറ്റ് ഓഫ് വൈ ഓഫ് ടി എന്ന് എഴുതാൻ പറ്റും. ഇത് നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ, ദെൻ ഫൈൻഡ് ഒരു എക്സാമ്പിൾ ആണ്. ഫൈൻഡ് ലിമിറ്റ് ടി ടെൻസ് ടു 0 ആർ ഓഫ് ടി വെയർ ആർ ഓഫ് ടി ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു ടി ഐ പ്ലസ് സൈൻ 2t j പ്ലസ് 3 cos pi t k. ഓക്കെ, ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഫൈൻഡ് ലിമിറ്റ് ടി ടെൻസ് ടു 0 ആർ ഓഫ് ടി. ആർ ഓഫ് ടി ഇങ്ങനെ ഒരു ഫോമിലല്ലേ തന്നേക്കുന്നത്? ഇങ്ങനെ ഒരു ഫോമിലാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലിമിറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? ലിമിറ്റ് എക്സ് ഓഫ് ടി ഇൻറ്റു ഐ പ്ലസ് ജെ ഇൻറ്റു ലിമിറ്റ് വൈ ഓഫ് ടി പ്ലസ് കെ ഇൻറ്റു ലിമിറ്റ് ഇസഡ് ഓഫ് ടി. അതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ആർ ഓഫ് ടി ഗിവൺ ദാറ്റ് ആർ ഓഫ് ടി ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു ടി ഐ പ്ലസ് സൈൻ 2t j പ്ലസ് 3 cos pi t k. ലിമിറ്റ് t tends to 0 r of t is equal to ലിമിറ്റ് t tends to 0 e raised to t into I plus ലിമിറ്റ് t tends to 0 sin 2t j plus ലിമിറ്റ് t tends to 0 3 cos pi t k. ഓക്കെ, അപ്പോൾ നമ്മൾ ലിമിറ്റ് ഓഫ് ടി ടെൻസ് ടു 0 എന്നാണ് പറഞ്ഞേക്കുന്നത്. ലിമിറ്റ് ടി ടെൻസ് ടു 0 എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇൻ ഓഫ് എന്താണ്? ഇ റൈസ് ടു ടി എന്ന് തന്നേക്കുന്നു. അപ്പൊ എവിടെയാണ് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്? ലിമിറ്റ് ഏത് വാല്യൂവിനാ 0 എന്ന് പറഞ്ഞേക്കുന്നത്? ടി ടെൻസ് ടു 0 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ടിക്ക് വരെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക? 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടും? ഇ റൈസ് ടു 0 ഇ റൈസ് ടു 0 1. ഓക്കെ, സോ this will become I. Then next sin 2t limit t tends to 0 sin 2t. Okay, അപ്പം tക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ sin 0 എന്താണ്? 0. Okay, then next term limit t tends to 0 3 cos pi t. 3 ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പം നമ്മൾ 3യെ പുറത്തെടുത്തു. 3 ഇൻറ്റു ലിമിറ്റ് ടി ടെൻസ് ടു 0 കോസ് പൈ ടി. ഓക്കെ, ടിക്ക് 0 കൊടുക്കുമ്പം കോസ് 0യുടെ വാല്യൂ 1 ആണ്. സോ 3 ഇൻറ്റു 1 വിച്ച് ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ഐ ഇൻറ്റു 1 ഐ പ്ലസ് 0j പ്ലസ് 3k. 0j ഈസ് 0. Therefore, I plus 3k എന്ന് നമുക്ക് കിട്ടും. ഓക്കെ.